എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ വചന ധ്യാനത്തിനായി മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലയോ? അനുഗ്രഹിക്കപ്പെട്ട ഈ വചനത്തിനായി ദൈവത്തിന് സ്തോത്രം. ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും അധികം ബൈബിളിലെ ഒരു വചനം വളച്ചൊടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ വചനമാണ്. പല നിലകളിൽ, പല വ്യക്തികളിൽ ഈ വചനത്തിൻ്റെ മെസ്സേജ് തെറ്റായി മറ്റുള്ളവരിലേക്ക് പോയതായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആകാശത്തിലെ പറവകൾ അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടി വയ്ക്കുന്നില്ല. അതുകൊണ്ട് നമ്മളൊരു ജോലിയും ചെയ്യണ്ട, നമ്മളൊരു പ്രവൃത്തിയും ചെയ്യണ്ട എന്നുള്ള നിലയിൽ ഈ വചനം പലയിടങ്ങളിൽ പറയപ്പെടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ വചനം യേശു പറഞ്ഞു വെക്കുന്നത് എന്താണ്? അല്പനേരത്തേക്കൊന്ന് ചിന്തിക്കാം. ഈ വചനത്തിൻ്റെ മുന്നിലത്തെ വാക്യങ്ങളും ഈ വചനത്തിൻ്റെ താഴെയുള്ള വാക്യങ്ങളും കൂടി ചേർത്ത് വായിച്ചാലാണ് കർത്താവ് എന്താണ് പറഞ്ഞു വെക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമ്മൾ 26-ാം വാക്യമാണ് വായിച്ചത്. അതിൻ്റെ 25-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ബേസിക് നീഡ്സ്, പ്രാഥമിക ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നുള്ളതാണ്. ഒരു മനുഷ്യന് ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഇവ വേണം. എന്നാൽ ഈ വചനം ഇവയൊക്കെ തന്നെ തൊട്ടാണ് പോകുന്നത്. എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനെ കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തെക്കുറിച്ചും ഓർത്ത് നിങ്ങൾ വിചാരപ്പെടരുത്, ആകുലപ്പെടരുത്, ഉത്കണ്ഠപ്പെടരുത്, അധികമായി ആ വിഷയത്തെ ഓർത്ത് ഭാരപ്പെടരുത്. ഇതാണ് ഈ വചനം പറഞ്ഞു വെക്കുന്നത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? നമ്മൾ ഭാരപ്പെടുന്നത് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തല്ലേ. എന്തുടുക്കും, എന്തു ഭക്ഷിക്കും? എന്നാൽ കർത്താവ് പറയാണ്, എന്ത് ഭക്ഷിക്കുമെന്ന് ഓർത്ത് ഭാരപ്പെടുന്ന നമ്മൾ ചിന്തിക്കേണ്ടത്, എൻ്റെ മേലൊരു നല്ല ജീവനുണ്ടല്ലോ. എന്തുടുക്കുമെന്നോർത്ത് ഭാരപ്പെടുന്ന നമ്മൾ, എനിക്ക് നല്ലൊരു ശരീരമുണ്ടല്ലോ എന്ന് ഓർക്കുന്നില്ല. എന്നിട്ടാണ് കർത്താവ് പറയുന്നത്, ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? എന്നിട്ട് പറഞ്ഞവൊക്കെയാണ്, നിങ്ങൾ ആകാശത്തിലെ പറവകളെ നോക്കി പഠിപ്പിൻ. ആകാശത്തിലെ പറവജാതി അവ വിതയ്ക്കുന്നില്ല, അവ കൊയ്യുന്നില്ല, അവ കളപ്പുരയിൽ ഒന്നും തന്നെ കൂട്ടിവെക്കുന്നില്ല. എന്നാൽ മനുഷ്യൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. മനുഷ്യൻ വിതയ്ക്കുന്നുണ്ട്, മനുഷ്യൻ കൊയ്യുന്നുണ്ട്, മനുഷ്യൻ നാളത്തേക്ക് കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുണ്ട്. എന്നാൽ എനിക്കൊരു ചോദ്യം, ഏതെങ്കിലും പറവജാതി പക്ഷി അത് പട്ടിണി കിടന്ന് ഭക്ഷണം കിട്ടാതെ വഴിയിൽ മരിച്ചു കിടക്കുന്നത്, ചത്ത് കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ മനുഷ്യൻ്റെ അവസ്ഥയോ? ഇതിൻ്റെ പിന്നിലൊരു മർമ്മമുണ്ട്. യേശു പറയാണ്, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. വിതയ്ക്കാത്ത, കൊയ്യാത്ത, കളപ്പുരയിൽ കൂട്ടിവെക്കാത്ത നിസ്സാരമായ പറവജാതിയെ അതിന് അന്നന്നേക്ക് വേണ്ട ആഹാരത്തെ നൽകി സംരക്ഷിക്കുന്ന സ്വർഗസ്ഥനായൊരു പിതാവുണ്ടെന്ന് പറഞ്ഞു വെക്കുന്നൊരു വചനമാണ്. നിങ്ങളുടെ പിതാവ്, സ്വർഗസ്ഥനായ പിതാവ് അവയെ പുലർത്തുന്നു. എന്നിട്ട് കർത്താവ് പറയാണ്, അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? പറവജാതിയേക്കാൾ ഏറ്റവും വിശേഷതയുള്ളവർ നിങ്ങളാണ്. സ്വന്തം സ്വരൂപത്തിലും സ്വന്തം സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മൾ, സ്വന്തം ജീവൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് പകരപ്പെട്ട് ജീവശ്വാസത്തെ പകരപ്പെട്ട നമ്മൾ
പറവജാതിയെക്കാളും വിശേഷപ്പെട്ടവരാ. പറവജാതിയെ അങ്ങനെ സംരക്ഷിക്കുന്ന ദൈവം, അന്നേക്ക് വേണ്ട ആഹാരം നൽകുന്ന ദൈവം നമുക്കും വേണ്ടതിനെ നൽകിയില്ലയോ എന്നൊരു ചോദ്യമാണ് കർത്താവ് ചോദിക്കുന്നേ. അവയേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലയോ? പിന്നെ വിചാരപ്പെടുന്നത് എന്തിന്? 27 വാക്യം അത് തന്നെ പറഞ്ഞു വെക്കുന്നു. വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് 1 മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? നിങ്ങൾ അധികമായി ചിന്തിച്ചതുകൊണ്ട്, അധികമായി ആകുലപ്പെട്ടതുകൊണ്ട് നിങ്ങളുടെ ആയുസ്സിൽ 1 മുഴം കൂട്ടുവാൻ നിങ്ങൾക്ക് കഴിയില്ല. പിന്നീടും പറഞ്ഞു വെക്കുന്നു അതിൻ്റെ 28 വാക്യം, ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? അതിനെ ഉപമിക്കുന്നത് വയലിലെ താമരയോടാ. താമര അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നില്ല. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജാവായ ശലോമോനുമായിട്ട് യേശു കർത്താവ് അതിനെ ഉപമിക്കുന്നു. ശലോമോൻ പോലും തൻ്റെ രാജ്യഭരണ കാലഘട്ടത്തിൽ തൻ്റെ മഹത്വത്തിൽ ഒരു താമരയോളം ചമഞ്ഞിട്ടില്ല, താമരയോളം അവൻ ഒരുങ്ങിയിട്ടില്ല. അപ്പോൾ ഒരു താമരയെ ഇത്ര അധികമായി ദൈവം ചമയിക്കുന്നെങ്കിൽ, ഒരു പുല്ലിനെ, ഇന്ന് വാടിപ്പോകുന്നതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ, പുൽജാതിനെ ഇത്രയധികം ചമയിക്കുന്ന എങ്കിൽ കർത്താവ് ചോദിക്കുക, അല്പവിശ്വാസികളായ നിങ്ങളെ എത്രയധികമായി അവൻ ചമയ്ക്കും. അതുകൊണ്ട് എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് എന്ന് കർത്താവ് വീണ്ടും വീണ്ടും ഊന്നി പറയുന്നു. നിങ്ങൾ വിചാരപ്പെടരുത്. കാരണം വിചാരപ്പെടുന്നത് പാപമായി മാറുന്നു. കാരണം ഇതൊരു ദൈവകൽപ്പനയാണ്, നിങ്ങൾ വിചാരപ്പെടരുതെന്ന്. നമ്മൾ അതങ്ങനെ ശ്രദ്ധിക്കാറില്ല. യേശു കർത്താവിൻ്റെ വ്യക്തമായൊരു കൽപ്പനയായത്, നിങ്ങൾ വിചാരപ്പെടരുത്, അധികമായി ഉത്കണ്ഠപ്പെടരുത്. കാരണം ഇതൊക്കെയും, ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുകയും ജാതികൾ ഉത്കണ്ഠപ്പെടുകയും ചെയ്യുന്നതാണ്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നുവല്ലോ. നമ്മുടെ ദൈവത്തിനറിയാം എനിക്ക് വേണ്ടത് എന്താണെന്ന്, എൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന്. ഞാൻ വിചാരപ്പെടുകയല്ല ചെയ്യണ്ടേ, അവൻ നൽകുമെന്ന് കരുതി തന്നെ അവനോട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ചെയ്യേണ്ടത്. എന്നിട്ട് പറയുന്നു, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഇതാണ് ഇതിൻ്റെ താക്കോൽ. ദൈവം കരുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതെങ്ങനെയാ ലഭിക്കുന്നത്? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് നോക്കുവാൻ ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എന്ന് വചനം പറയുന്നു. തന്നെ അന്വേഷിക്കുന്നവന്, തൻ്റെ രാജ്യത്തെ അന്വേഷിക്കുന്നവന്, തൻ്റെ നീതിയെ അന്വേഷിക്കുന്നവനാ ഈ നന്മയെ സ്വർഗം കരുതി വച്ചിരിക്കുന്നതെന്നുള്ള മർമ്മത്തെ ഇന്ന് പകൽക്കാലം കൈമാറുന്നു. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ശ്രദ്ധിക്കണം, 40 വർഷക്കാലം ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുക. ആ ജനത്തിൻ്റെ വസ്ത്രം കീറിയില്ല, അവരുടെ കാലിലെ ചെരുപ്പ് തേഞ്ഞില്ല. അവർക്ക് വിശന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് സ്വർഗീയ ഭക്ഷണം നൽകി, മന്ന നൽകി. അവർക്ക് ദാഹിച്ചപ്പോൾ പാറയിൽ നിന്ന് വെള്ളം നൽകി. അവർ ഇറച്ചി വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം അവരുടെ പാളയത്തിൽ, അവരുടെ ഭവനത്തിന് മുന്നിൽ കാടപ്പക്ഷിയെ ഇറക്കി ദൈവം ഇറച്ചി നൽകി. പക്ഷെ ഇവരൊരു പാപം ചെയ്തു. ഇവർ പിറുപിറുത്തുകൊണ്ടിരുന്നു. പിറുപിറുപ്പുള്ള ജനമായിരുന്നു. വിചാരപ്പെടുന്നത് പിറുപിറുപ്പിലേക്ക് നയിക്കുന്നു. എന്തുകൊണ്ട് യേശു കർത്താവ് പറയുന്നു നിങ്ങൾ വിചാരപ്പെടരുത്? ഇത് ദൈവത്തോടുള്ള ഒരു പിറുപിറുപ്പിലേക്ക് നയിക്കുന്നു. നിങ്ങൾ ദൈവത്തോട് പിറുപിറുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാമോ? ഒന്ന് ഏറ്റു പറയാമോ? അപ്പാ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു. ആകാശത്തിലെ പറവജാതിയെ സംരക്ഷിക്കുന്ന എൻ്റെ ദൈവം, ഇന്ന് നശിച്ചു പോകുന്നതും നാളെ തീയിലിടുന്നതുമായ പുൽജാതിയെ അണിയിച്ചൊരുക്കുന്ന ദൈവം, അതിലും എത്രയോ ശ്രേഷ്ഠമായി കരുതുന്ന എന്നെയും നിങ്ങളെയും എത്ര സമൃദ്ധിയായി വഴി നടത്തും. കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഇന്ന് പകൽക്കാലം കർത്താവേ, ഈ വചനത്തിൻ്റെ വാതിലുകളെ ഞങ്ങൾക്ക് വേണ്ടി തുറന്നതിനായി നന്ദി കർത്താവേ. ആകാശത്തിലെ പറവയേക്കാൾ, താമരയേക്കാൾ അധികമായി
സംരക്ഷിക്കുകയും ചമയിക്കുകയും ചെയ്യുന്ന ദൈവം, അതതിന് വേണ്ട ആഹാരത്തെ കൽപ്പിച്ചു വച്ചിരിക്കുന്ന ദൈവം, ഇന്ന് ഈ വചനം കേട്ട് ആമേൻ പറയുന്ന ഞങ്ങൾക്ക് കർത്താവ് ഈ വചനം എന്തിനാണോ അങ്ങ് സംസാരിച്ചത്, ഈ വചനം എന്ത് നന്മയ്ക്ക് വേണ്ടിയാണോ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു നൽകിയത്, അതിൻ്റെ നന്മകളെ ഞങ്ങൾ സ്വീകരിക്കുന്നു കർത്താവേ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ രാജ്യത്തിനായി, അങ്ങയുടെ നീതിക്കായി, അങ്ങയുടെ നന്മയ്ക്കായി അതിനെ അറിയുവാൻ ഞങ്ങൾ കൊതിക്കുന്നു കർത്താവേ. ഞങ്ങളെ പുലർത്തുന്ന സ്വർഗസ്ഥനായ പിതാവിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ പിറുപിറുപ്പിനെ ഞങ്ങൾ മാറ്റുന്നു കർത്താവേ. യേശുവെ, ഇന്ന് പകൽക്കാലം ആരൊക്കെ ജീവിത ഭാരങ്ങളിൽ പ്രയാസപ്പെടുന്നു, നാളെ ഓർത്ത് ഭാരപ്പെടുന്നു, ആ വ്യക്തി ജീവിതങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ വിചാരങ്ങൾ, അവരുടെ ഭാരങ്ങൾ മാറിപ്പോണം, ആ ഹൃദയത്തിൻ്റെ വേദനകൾ മാറിപ്പോണം. തലമുറകളെക്കുറിച്ച് ഓർത്ത്, ജീവിതത്തെക്കുറിച്ച്, ജോലിയെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പ, പുതുവഴികളെ കരുതി വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ തന്നെ കാണുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിക്കണം. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ.